നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന പേഷ്യൻസിന് ഡിഫറെൻറ്റ് താരിഫുകളിലായിരിക്കും നമ്മൾ റേറ്റുകൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ താരിഫ് ഡിഫറൻസ് വരാറുണ്ട്. പിന്നെ ഡീലക്സ് റൂം പോലെയുള്ള സംവിധാനങ്ങളിലേക്ക് കിടക്കുമ്പോൾ പ്രൊസീജിയറിലും അത് എഫക്റ്റ് ചെയ്യാറുണ്ട്. സോ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് താരിഫുകൾ സോഫ്റ്റ്വെയറിൽ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കാനുള്ള സംവിധാനമുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഹോസ്പിറ്റലുകൾ ബില്ല് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു TPA പേഷ്യൻസോ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് പേഷ്യൻറ്റോ വന്നാൽ അങ്ങനെയാണ് എന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ താരിഫ് സോഫ്റ്റ്വെയർ സ്വയം മാറ്റിക്കോളും. എന്നാൽ ചില ഹോസ്പിറ്റലുകളിൽ അവർ ഉപയോഗിക്കുന്ന മറ്റ് ഫെസിലിറ്റീസിനനുസരിച്ച് ആനുപാതികമായി താരിഫിൽ വ്യത്യാസം വരാറുണ്ട്. ഇതെന്താണെങ്കിലും ശരി, അത് പേഷ്യൻറ്റിന് അറിയാനുള്ള അവകാശമുണ്ട്. അങ്ങനെ പേഷ്യൻറ്റിന് അത് അറിയാൻ കഴിയണം. അതിലെന്തെങ്കിലും വ്യത്യാസം വന്നാൽ അവരെ ഇൻഫോം ചെയ്യണം. സ്വാഭാവികമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ പലപ്പോഴും ഈ ഒരു ചാർജസ് താരിഫ് ലിസ്റ്റ് പേഷ്യൻസിന് മനസ്സിലാകത്തക്ക വിധത്തിൽ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ അവൈലബിൾ ആക്കണം. ദ റിലവൻറ്റ് താരിഫ് ലിസ്റ്റ് ഈസ് അവൈലബിൾ ടു പേഷ്യൻ്റ് എന്നതാണ് കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് 11(6)(b)യിൽ നമ്മൾ കാണുന്നത്. PRE 6B. നമ്മുടെ ഓർഗനൈസേഷനിൽ താരിഫ് റേറ്റുകൾ യൂണിഫോം ആയിരിക്കണം. അത് അന്നേരം മാറുന്ന കാര്യമായിരിക്കണം. അത് കൃത്യമായ ലിസ്റ്റ് ഉണ്ടായിരിക്കണം. അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഡിഫറെൻറ്റ് സെറ്റിങ്സിൽ ഡിഫറെൻറ്റ് താരിഫ് ആകാം, പക്ഷേ അത് യൂണിഫോം ആയിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. പേഷ്യൻറ്റിനും അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടാകണം. ഏതെങ്കിലും കാരണവശാൽ അഡീഷണൽ ചേഞ്ചസ് ഉണ്ടാകുകയാണെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന താരിഫ് ഡിഫറൻസ് എന്താണ്? ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനെ വളരെ ലോങ് ടൈം ട്രീറ്റ്മെൻറ്റിന് ICUയിലൊക്കെ കിടക്കുകയാണെങ്കിൽ ബൈസ്റ്റാൻഡർ റൂം എടുക്കാൻ വരുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വൃത്തിയുള്ള റൂം ചോദിക്കും. അപ്പോൾ അവിടുത്തെ അൾട്രാ ഡീലക്സ് റൂം കാണിച്ചു കൊടുത്തിട്ട് ഇത് നല്ല, അപ്പോൾ ഓക്കെ, കുഞ്ഞുമായിട്ടൊക്കെ ബൈസ്റ്റാൻഡറൊക്കെ നിൽക്കേണ്ടതല്ലേ, അവരത് ചൂസ് ചെയ്യും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവർ ആ ഒരു കംഫർട്ടാണ് ചൂസ് ചെയ്യുന്നത്. അതുമൂലം ചികിത്സിക്കുന്ന പേഷ്യൻറ്റിൻ്റെ റേറ്റുകളിൽ താരിഫിൽ മാറ്റം വരുമെങ്കിൽ കൃത്യമായി അവരെ ഇൻഫോം ചെയ്യണം. അല്ലാത്ത ഒരുപാട് കേസുകൾ പിന്നീട് പരാതികളായി മാറുകയും പ്രശ്നങ്ങളാകുകയും ചെയ്യുന്നുണ്ട്. സോ ഇതൊരു കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ് PRE 6B. ദ റിലവൻറ്റ് താരിഫ് ലിസ്റ്റ് ഈസ് അവൈലബിൾ ടു പേഷ്യൻസ് എന്നത്.